ക്വാളിറ്റി കുറച്ചിട്ട് റേറ്റ് കുറച്ച് സെയിൽസ് കൂട്ടാനാണോ നിന്റെ പ്ലാൻ? അതെ. അതാണോ നീ ഉദ്ദേശിക്കുന്നത്? അതെ. അങ്ങനെ മാർക്കറ്റിലോട്ട് കൊടുക്കാനാണ് നിന്റെ ഐഡിയ? എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചേട്ടാ. അപ്പം നമ്മൾക്ക് അവരെ കൂടെ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. ശരി, ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാം. ഫാക്ടറി വിസിറ്റ് ചെയ്യുമ്പോൾ ഫാക്ടറി ഹെഡിനെ കണ്ട് തന്നെ നമുക്ക് ഈ കാര്യമൊക്കെ സംസാരിക്കാം. അതിന് മുന്നേ എന്തായാലും നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഉള്ള ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് റെയിൽസ് ഉണ്ടാക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതൊന്ന് കണ്ടു നോക്കുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് അവിടെ നിന്ന് തന്നെ മനസ്സിലാവും. ബാക്കി നമുക്ക് ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി ഡൽഹി എയർപോർട്ടിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ എത്തിയപ്പം യാദൃശ്ചികമായിട്ട് ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഹാൻഡ് റെയിലിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഹാൻഡ് റെയിലിൻ്റെ ഒരു റീഫിക്സിങ് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. ട്രഡീഷണലി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് റെയിൽസ് എപ്പോഴും വെൽഡ് ചെയ്തും ഓൺ സൈറ്റിൽ ബഫ് ചെയ്തിട്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഈ ഫാക്ടറി വിസിറ്റ്സ് കൊണ്ടിട്ട് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇതിൽ ഈ പ്രൊഡക്ട്സിൽ നിങ്ങൾ ഈ കാണുന്ന ജോയിൻറ്റ്സ് ഇതൊരു ഡൽഹി ഇൻ്റർനാഷണൽ ടെർമിനലിൽ പോലും ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള പാച്ച് വർക്ക്സും നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ നമ്മൾ യാത്രയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്ട്സിനകത്ത് നിങ്ങൾ കാണത്തില്ല. ഇതിൽ നിന്നും പ്രൊഡക്റ്റിൽ വരുന്ന ബേസിക് ഡിഫറൻസസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ഓഡിയൻസിനും കസ്റ്റമേഴ്സിനും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത്.